ഹായ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളൊരു സ്ഥലം വരെ പോവാണ്. സോ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും ഇനി കുറച്ച് ദിവസം അവിടെ ആവും നമ്മളെ ലൈവ് സ്ട്രീമും അതേപോലെ തന്നെ ഈ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ വേറെ സ്ഥലത്ത് ഇരുന്നിട്ടാവും ഗൈസ് ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ വ്ളോഗൊക്കെ ചെയ്യുന്നത് തന്നെ. സോ നമ്മൾ നാളെ പോവും. എന്താ വെച്ചാൽ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു പി സി കൊണ്ടുപോകുന്നുണ്ട്. നമ്മളവിടെ സ്ട്രീം ചെയ്യാനും അതേ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു പി സി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു രണ്ടും കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആവശ്യം വരും. അപ്പൊ ഇങ്ങനെ കൂടി ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും എന്താ പറയാ, നമ്മളിങ്ങനെ നാളെ പോവാണ്. കുറെ ദിവസമായി ഗൈസ് ഞാൻ ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളെ ഗൈസ് ഞാൻ ഒന്ന് നോക്കട്ടെ ഗൈസ്, ഈ ഒരു വ്ളോഗിന്റെ റെസ്പോൺസ് എങ്ങനെ നോക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് അതിലാവും ഗൈസ് നമ്മളൊരു വ്ളോഗ് ചാനൽ സെപ്പറേറ്റ് തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയുടെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും ഗൈസ് നമ്മൾ ആ ഒരു ചാനലിൽ വീഡിയോ ഇടുന്നത്. അപ്പോൾ സോ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും മാക്സിമം ആൾക്കാരൊന്ന് ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്, എന്റെ വ്ളോഗ് ചാനൽ. അപ്പോൾ ഗൈസ് ആ ഒരു ചാനൽ കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും ഇനിയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ അതിൽ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഈ ഒരു വീഡിയോയുടെ റെസ്പോൺസ് നോക്കണം, എന്തായാലും ഗൈസ് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും ഗൈസ് ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പൊ ഡെയിലി നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയാ ഗൈസ്, നമുക്ക് നാളെ ടിക്കറ്റ് കൂടി ഇരിക്കുന്നുണ്ട്. അയ്യോ ഗൈസ്, എനിക്ക് പേടിയാവുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ കുറെ ഗൈസ് ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കണം. ഗൈസ് നമുക്ക് നാളെ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ കണ്ട സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മളങ്ങനെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും ഗൈസ് നമ്മൾ ട്രെയിൻ 6:30ക്കാണ് വരുന്നത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഗൈസ് കണ്ട 5:30 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൈസ് നമുക്ക് കുറച്ച് നേരം എന്താ ഇവിടെ ഇരിക്കേണ്ടി വരും. ഗൈസ് നമ്മളെ കൂടെ ഒരുത്തൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഗൈസ് അവിടെ ഒരുത്തുന്നുണ്ട്, എൻ്റെ കൂടെ വരുന്നുണ്ട് ചെന്നൈയിലോട്ട്. സോ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും നമ്മളെ ട്രെയിന് വരണം. ഗൈസ് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിപ്പോയി, അതാണ് സീനായത്. എന്ന് വെച്ചെങ്കിൽ നമ്മളെ ബസ്സും കാര്യങ്ങളൊക്കെ ഡിലേ വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്ലാറ്റ്ഫോം 3 ഇവിടെ നമ്മൾ ട്രെയിനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. യോ ഗൈസ് നമ്മൾ ട്രെയിൻ വന്നിട്ട് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. സോ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ബഹളോ ആയിരുന്നു ഗൈസ്. കമ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആകെ ലോക്കായി പോയി. നമ്മളിപ്പോൾ ബാത്റൂമിൽ ഇരുന്നിട്ടല്ല ഗൈസ് വീഡിയോ എടുക്കുന്നത്. ഇത് എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആളൊക്കെ ഒഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഓക്കെ, അവരെല്ലാവരും പോയിട്ട് നമ്മൾ ചെന്നൈയിലെത്തിയിട്ടൊക്കെ കാണാം. അത് നടക്കത്തുള്ളൂ. ഇവിടെ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റൂല ഗൈസ്. അതുകൊണ്ടാണ് ഫൈനലി നമ്മൾ കണ്ടേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. എടാ പേര് പറയും വാസിറ്റ് ഗൈസ്. ഇവരാണ് എൻ്റെ കൂടെ ഉള്ളത്. സോ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും നടക്കുക ഗൈസ് നമ്മൾ അമ്പത്തൂർ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മളെ റൂമിലോട്ട് പോകണം. കുറച്ച് ലോങ് ഉണ്ട്. സോ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും ഗൈസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നേരെ എന്തൊക്കെയായിട്ടുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് റൂമിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്. ഇത് കണ്ട അമ്പത്തൂർ. ഒരു സീൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ റൂമിൽ അവിടുത്തെ ഓണർ ഫോൺ എടുക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൈസ് തന്നെ ഇവിടെ ഇരിക്കാൻ പോവാണ്. ബ്രോഡിങ്ങിലേക്ക് ഒന്ന് കുറച്ച് നേരം ഇരിക്കണം. ഒരു 8 മണി ഇപ്പോൾ ടൈം എന്ത് 7:15 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. സോ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും ഗൈസ് നമുക്ക് അവിടെ ഇരിക്കാം. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുക ഗൈസ്, അത് മറക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ എന്താ പറയുക റെൻ്റ് ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. റെൻ്റ് ഓണർ പറഞ്ഞു വെച്ചെങ്കിൽ 8 മണിക്ക് വിളിക്കാനാണ് പറഞ്ഞത് ഗൈസ്. ഇപ്പോൾ 34 ആയിട്ടുള്ളൂ. സോ ഞങ്ങളുണ്ടാകും ഗൈസ് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഫുഡെന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു ചെറിയൊരു ബണ്ണ് ഗൈസ് അത് നിന്നുകൊണ്ടിരിക്കുകയാണ്. വിളിക്കാവോ ഗൈസ്, ഞങ്ങൾ OLX വഴി പരിചയപ്പെട്ട ഒരു ബ്രോക്കറാണ്. സോ നോക്കാൻ ഗൈസ്, അല്ലാണ്ടെങ്കിൽ നമ്മളെ ഇറങ്ങേണ്ടി വരും. വിളിക്കുന്നതാണ് ഗൈസ് ഒരു പ്രതീക്ഷ. സോ നമ്മൾ നോക്കുക കേട്ടോ ഗൈസ്. നമുക്ക് റൂമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സോ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും നമ്മളൊരു കൂട്ടുകാരുണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഉണ്ട് ഗൈസ്. അങ്ങോട്ട് പോകാൻ പോവാണ്. തപ്പണം ഗൈസ് ഇനി മുതൽ. എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും എന്താ പറയുക, ഉച്ച വരെ തപ്പിയാലേ ഗൈസ് നമുക്ക് ഇവിടെ റൂം കിട്ടും. ബ്രോക്കർ ചാർജൊക്കെ പടി കൂട്ടി 18 രൂപയാണ് ഗൈസ് മറ്റുള്ളവരൊക്കെ പറയുന്നത്. സോ ഞങ്ങൾ രണ്ടാളും കൂടെ എന്താ പറയുക ഒരു അരമണിക്കൂറോളം ഈ റൂം തപ്പാനുള്ള പരിപാടിയാണ്. കിട്ടുമെന്ന് അറിഞ്ഞൂടാ. സോ നമുക്ക് പോയി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ വീട്. അയ്യോ, ഇതാണ് ഗൈസ് നമ്മളെ വീട്. ഈ ഒരു ഡോറ് നമ്മളതാണ് ഗൈസ്. ഇവിടെ 2 വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഓഹ്, കിടിലം പോലത്തെ പല്ലി. ഇതിൽ നിന്നാണ് നമ്മൾക്ക് വെള്ളം എടുക്കാൻ പറ്റുന്നത്. സോ നമ്മളെ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി കുറേ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വെക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗൈസ് നമുക്ക് ഇത് കാണിക്കാം. പിന്നെ കിടിലം പോലത്തെ ഒരു റൂഫ് ടോപ്പ് ഉണ്ട് ഗൈസ് വീടിന്.
മുറ്റമടി എന്നാണ് ഗൈസ് തമിഴിൽ പറയുന്നത്. സോ നമുക്ക് കയറി നോക്കാം. മുറ്റമടി എൻ്റെ ഓനെ വിഷയം. ഇത് നമ്മൾ തന്നിട്ട് ഈ റൂഫ് ടോപ്പ്. ഇവിടെ വേറെ ആ 2 റൂമിലെ ആൾക്കാരൊക്കെ പണിക്ക് പോയിട്ടുണ്ട്. സോ ഇത് നമ്മളതാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാണ്ട് വെച്ചെങ്കിൽ വ്ളോഗ് ചാനലിൻ്റെ ഇത് വേറെയാണ്, ചാനൽ വേറെയാണ്. സോ ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്കൗട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനി മുതൽ അതിലാവും വീഡിയോ വരുന്നത്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.